എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരെ. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മുതിർന്ന പൗരന്മാർ സന്തോഷത്തോടെ കഴിയാൻ സാധിക്കുന്ന വഴികളെ കുറിച്ചാണ്. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മുതിർന്ന പൗരന്മാർ എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ജീവിതത്തിൻ്റെ സായാഹ്ന കാലം എന്നും സുന്ദരവും സമാധാനകരവുമാകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനായി ചില ലളിതമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. 1. നന്ദിയോട് ജീവിക്കുക. നമ്മൾ നേടിയിട്ടുള്ള അനുഭവങ്ങൾക്കും കുടുംബത്തിനും ഓരോ ദിവസവും ദൈവത്തോട് നന്ദി പറയുക. 2. ആരോഗ്യം കാത്തു സൂക്ഷിക്കുക. ശരീരത്തിന് കഴിയുന്നത്ര വ്യായാമം ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, സമയത്ത് വിശ്രമിക്കുക. 3. ബന്ധങ്ങൾ സംരക്ഷിക്കുക. കുടുംബത്തോടും സുഹൃത്തുക്കളോടും സന്തോഷത്തോട് സംസാരിക്കുക. സ്നേഹമുള്ള ബന്ധങ്ങളാണ് മനസ്സിനെ യുവാവായി നിലനിർത്തുന്നത്. 4. ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. സംഗീതം കേൾക്കാം, ഗാർഡനിങ് ചെയ്യാം, പുസ്തകം വായിക്കാം, യാത്ര ചെയ്യാം. ഹൃദയം സന്തോഷത്തോടെ വയ്ക്കാൻ ഏത് കാര്യവും നമുക്കിഷ്ടമുള്ളത് ചെയ്യാം. 5. പേരക്കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കുക. അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ കളികളിൽ പങ്കാളികളാകുക. അതിലൂടെ ഇരുവർക്കും ഹൃദയം നിറയും, സന്തോഷമുണ്ടാകും. ഒടുവിൽ ആത്മീയ സമാധാനം തേടുക. പ്രാർത്ഥന, ധ്യാനം, ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക. ഇവ മനസ്സിന് സമാധാനവും ഹൃദയത്തിന് സന്തോഷവും നൽകും. സന്തോഷം പുറത്തു നിന്ന് കിട്ടുന്നതല്ല, മറിച്ച് അത് നമ്മുടെ മനസ്സിൽ തന്നെ വളർത്തേണ്ടതാണ്. അതിനെ ദിനംപ്രതി സംരക്ഷിച്ചാൽ പ്രായാധിക്യം ഒരു അനുഗ്രഹമായി മാറും. എല്ലാ മുതിർന്ന സുഹൃത്തുക്കൾക്കും സീനിയർ സിറ്റിസൺസിന് സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം ആശംസിക്കുന്നു. എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക. ശേഷിച്ച സമയം സന്തോഷവും സമാധാനമായി തീരട്ടെ, മറ്റുള്ളവർക്ക് ഒരു ഭാരമാവാതെ, അല്ലേ? സന്തോഷമായി കഴിഞ്ഞുകൂടാ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഗൈസ്.